എന്റെ മുറപ്പെണ്ണായിരുന്നു സാവിത്രി, അമ്മാവന്റെ മകൾ. ആ മലയ്ക്കപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ക്വാർട്ടേഴ്സ്. അവിടെയായിരുന്നു ഹണിമൂൺ. ലേക്കിന്റെ ആ ഭാഗത്ത് വീണായിരുന്നു അവൾ മരിച്ചത്. കൂടെ ജാനും ഉണ്ടായിരുന്നു, നാഷണൽ അവാർഡ് നേടിയ സ്വിമ്മർ. പക്ഷേ എനിക്കവിടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പണിഷ്മെന്റിന്റെ പേര് പറഞ്ഞ് അവരെന്നെ ഇവിടെ നിന്ന് ഓടിച്ചില്ലേ. പക്ഷേ എനിക്കിവിടം വിട്ട് പോകാനാവില്ല, ഈ കാശ്മീർ വിട്ട് പോകാനാവില്ല. എത്ര ബുദ്ധിമുട്ടിയാണെന്നോ ഞാനിവിടെ തിരിച്ചു വന്നത്. അടുത്ത പണിഷ്മെന്റ് ഉടനെ ഉണ്ടാവും, പക്ഷെ ഞാൻ പോവില്ല, ജോലി രാജിവെക്കും. ആ, രാധ എവിടെ പോയിട്ട് വരുന്നു? പുറത്തിറങ്ങാൻ ഒരു കാരണം വേണ്ടേ? കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ്. എന്തേ കുറച്ച് ദിവസമായി അങ്ങോട്ട് കണ്ടില്ല? വേണ്ട, അതിന് വേണ്ട. ഈ കസ്റ്റമർ നിനക്കൊരു നഷ്ടക്കച്ചവടമാണ്. അല്ല, എനിക്ക് ഇതുവരെ ഒരു കസ്റ്റമറേ ഉള്ളൂ. പാക്കറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് അറിയാം. ചെക്ക് പോസ്റ്റ് കടത്തി വിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ബോർഡർ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങളുടെ റിസ്കാ. ശരി കുമാർ, ബോർഡറിൽ ഞാൻ പാർട്ടിയുമായി വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ. ഇതാ. എന്താ ഈ സാധനം? പേര് പലതുണ്ട്. നമ്മൾ ഇതെങ്ങനെ ചെക്ക് പോസ്റ്റ് കടത്തി വിടും? അതിനൊക്കെ വഴിയുണ്ടോ. നായർ സാഹിബിന്റെ അരുമ ശിഷ്യന്മാർ റേനീസ് പിള്ളർ അവര് ചെയ്യും. ചെയ്യിക്കാം. താൻ വാ. സാർ, വരണം വരണം. എന്താ ഇത്ര ലേറ്റ് ആയത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ നായർ സാഹിബിനെ പേടിച്ച് വന്നില്ല. എന്റെ കുമാർ സാറേ, ഈ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കാശ്മീരിൽ ഞങ്ങൾ ചുറ്റാത്ത വഴിയില്ല. ഇപ്പോ ഇങ്ങോട്ട് വരാനുള്ള വഴി മനസ്സിലായല്ലോ. ആ, ഇപ്പൊ വഴി മനസ്സിലായി. പിന്നെ ഇത് കാശ്മീരാണ്, തണുപ്പാണ്. ബോർഡടിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം. ഈ പൂരവും കാണാം, 2 സ്മോളും അടിക്കാം. ഇവിടെ ഇതൊക്കെ ഉള്ളൊരു ആശ്വാസം. ആ, ലിക്കർ ഞങ്ങൾക്ക് അലോട്ട്മെന്റ് ഉണ്ട്. റമ്മല്ലേ ഞങ്ങളും വാങ്ങാറുണ്ട്, കുതിരയ്ക്ക് കൊടുക്കാൻ. മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ഇന്ത്യൻ ഡ്രിങ്കും ഇല്ല. കഴിക്കണമെങ്കിൽ ഇവനെ തന്നെ കഴിക്കണം. ഫോറിൻ അല്ലേ രാവയ്യ? അതെ അതെ. ആ, ഒഴിക്കേ. ഇതാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ട റൂട്ട്. 80 കിലോമീറ്ററിനപ്പുറം ഞാനുണ്ടാവും. 1.5 മണിക്കൂറാണ് നിങ്ങളുടെ റണ്ണിംഗ് ടൈം. പരമാവധി സ്പീഡ് എടുക്കാം, എന്നാൽ റിസ്ക് എടുക്കുകയും അരുത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എനി ഡൗട്ട്? ക്ലിയർ? ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. മദൻ സാബ്, ഇത് വെച്ചോളൂ. എന്ത് പ്രോബ്ലം ഉണ്ടായാലും എന്നെ വിവരം അറിയിക്കും. ഐ വിൽ ബി ഇൻ ദി അദർ എൻഡ്. ഓക്കേ സർ. ഗോപകുമാർ. യെസ് സർ. യു കം ഹിയർ. രാവിലെ സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ? യെസ് സർ. യു കം വിത്ത് മീ ഇൻ ദി ജീപ്പ്. റെഡി? അബ്ദുൽ സലാം, ഗണേഷ്, ആന്റണി, ഋഷി, come.
ആന്റണി എന്ത് പറ്റി? വലുത് പറ്റിയോ? വലുത് പറ്റിയെന്തോ? ആന്റണി വല്ലതും പറ്റിയാ? നോ പ്രോബ്ലം. പൊയ്ക്കോ. ക്യാരി ഓൺ. ക്യാരി ഓൺ. എന്നാ ഞങ്ങൾ പോവാ. ആ ഋഷി, ഇതെന്തോ മയക്കുമരുന്നുകളാണെന്ന് തോന്നുന്നു. ഇതെങ്ങനെ എന്റെ കിറ്റിൽ വന്നു? നമ്മളെല്ലാം കരുവാക്കി ആരോ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അല്ല, ഇത് മയക്കുമരുന്നാണോ? ആര് വെച്ചെന്ന് ആർക്കറിയാം. ഏതായാലും റിപ്പോർട്ട് ചെയ്യാനൊന്നും പോകണ്ട, നമുക്കിത് കളഞ്ഞേക്കാം. വാ. നിക്കു ജോസ്, നമുക്കിത് നായർ സാബിനോട് റിപ്പോർട്ട് ചെയ്യണം. വയർലെസ് എടുക്കും. ആന്റണി, വേണ്ട. ക്യാമ്പിൽ കിടന്ന ബൈക്കിനുള്ളിൽ വെച്ചവൻ നിസ്സാരനല്ല. ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുടുങ്ങുന്നത് നമ്മളായിരിക്കും. ആന്റണി, ഹലോ? വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. വിടറാ. നിങ്ങൾക്ക് എന്താ ഇതില്? ആന്റണി, ഒരബദ്ധം പറ്റിപ്പോയതാ. ഋഷി, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാ. ഇത് റിപ്പോർട്ട് ചെയ്യരുത്. എത്ര പണം വേണമെങ്കിലും തരാം. ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചാൽ ഇല്ല, ഞാനിതിന് കൂട്ടു നിൽക്കില്ല. എന്നാ നമുക്ക് കളഞ്ഞേക്കാം. റിപ്പോർട്ട് ചെയ്യരുത്. നായർ സാബ് ഇതറിഞ്ഞാ ഞങ്ങളെ കൊന്നുകളയും. അയ്യോ, നായർ സാബ് വരുന്നു. ആന്റണി, നീ ഞങ്ങളെ ചതിക്കൂ. പ്ലീസ് ആന്റണി, ചതിക്കരുത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ കുഴപ്പമൊന്നും? ആന്റണിയുടെ ബൈക്കിന്റെ ബ്രേക്ക് പോയി, ഇവിടെ വീണു. ബ്രേക്കിൽ ഞാൻ തന്നെ ഇന്നലെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താണല്ലോ. ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? തനിക്കെന്ത് പറ്റി? തന്റെ വെളച്ചിലൊന്നും എന്നോട് വേണ്ട. കയറാൻ. ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി താൻ ചത്തുപോയാൽ തന്റെ ഡെഡ് ബോഡി ഞാൻ നാട്ടിലെത്തിച്ചോളാം. കയറ്. പോണം. ഗോപ, എന്താണ്? ഗോപൻ, proceed man. ഗോപകുമാർ, come along. Proceed. കുമാറിനെ വിളിക്ക. ഹലോ, കുമാർ ഹിയർ. യെസ് കുമാർ. കുമാർ, ആകെ കുഴപ്പമായി. ആന്റണി ഡ്രഗ്സ് കണ്ടു. അവനെ വിശ്വസിക്കാൻ വയ്യ. അവൻ നമ്മളെ ചതിക്കും. ഓ, ആന്റണി. ആ, ഞാൻ നോക്കിക്കോളാം. ആന്റണിയുടെ ചോദിച്ച കേട്ടില്ലേ? ഒന്ന് രണ്ടിടത്ത് വെച്ച് ബ്രേക്ക് ട്രബിൾ വന്നിരുന്നു.
വയർലെസ് ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? സാറ് വഴക്ക് പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച കുറെ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോ അവൻ തന്നെ എന്തോ റിപ്പയർ ചെയ്ത് ഓടിച്ചു. പിന്നെ ഞങ്ങളെ കിടന്ന് പോകുന്നതാ. നിങ്ങൾക്ക് എവിടെ വെച്ച ആന്റണി മിസ്സായത്? ആന്റണിയുടെ വണ്ടി സ്കിട്ട് ചെയ്ത് വഴി കിടക്കുന്നത് ഞങ്ങൾ കണ്ട് വണ്ടി നിർത്തിയതാ. കുഴപ്പമൊന്നുമില്ലെന്ന് ഇവര് പറഞ്ഞു. അതല്ലേ ഞങ്ങളിങ്ങ് വിട്ടു പോകുന്നത്. അന്നേരം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആന്റണി, ആന്റണി, നായർ സാഹിബ്
क्या हुआ? वो भाग गया। मेरे आदमी को मार डाल के वो भाग गया। कौन? मेजर दायर।